ഇതിൽ നമ്മുടെ ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്ന അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ജാസ്മിൻ എന്താണെന്നാലും അതിനകത്തേക്ക് ഒരു അഡിക്ഷനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ജാസ്മിൻ സ്പോട്ടിൽ തന്നെ ആൻസർ കൊടുത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ തന്നെ ഗബ്രി പറയുവാണ് അത് തെറ്റാണ്, കാരണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ജാസ്മിൻ പറഞ്ഞ് വേണ്ട നിർത്തുക, എനിക്ക് ഇന്നലെ നീ അതിനകത്തേക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്, എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട. അപ്പോൾ തന്നെ ഗബ്രി പറഞ്ഞു ഇല്ല, ഇന്നലെ ഞാൻ റസ്മിനാണ് ഞാൻ അതിൻ്റെ ഒരു വ്യക്തത കൊടുത്തത്, ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത്, നിനക്കത് തന്നിട്ടില്ല എന്നുള്ളത്. അപ്പോഴും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിനും എനിക്കും വേറെ വേറെ ക്ലാരിഫിക്കേഷൻ ആണോ നീ തന്നതെന്നുള്ള ഒരു കാര്യം കൂടെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗബ്രി അവിടെ ഉത്തരം മുട്ടി ഇരിക്കുന്നൊരവസ്ഥയാണ്. ശരിക്കും ഇതിനകത്തേക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഫസ്റ്റിലത്തെ നമ്മൾ ഇവരുടെ ഒരു റിലേഷൻ സ്റ്റാർട്ടിങ്ങിൽ ഗബ്രിക്ക് ഒരു കാരണവശാലും ജാസ്മിനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ പ്രവൃത്തികളാണ് നമ്മൾ കണ്ടത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ജാസ്മിൻ ഇതിനകത്തുനിന്ന് മാറിയായിരുന്നാലും ഗബ്രി മാറില്ലെന്ന്. അപ്പോൾ ഒത്തിരി കമൻസ് വന്നതാണ് എന്താണെന്നാലും ജാസ്മിന് തേച്ചിട്ട് പോകും എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗബ്രി ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എന്തിൻ്റെ ബേസിലാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് പ്രേക്ഷകർ നോക്കുമ്പോഴേക്കും ഇവരുടെ പല എപ്പിസോഡിലെ മൊമെൻറ്റ്സും എന്താ പറയുക ഒരു റൊമാൻസിനും മുകളിലും നിൽക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ്. ഇനിയിപ്പോൾ ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞതില്ലേ ഇവരിത് കാണുന്നില്ലേ, ക്യാമറയുള്ള കാര്യം കാണുന്നില്ലേ, ഇത് പ്രേക്ഷകർ കാണുന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ലേ എന്ന് പോലും ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രവൃത്തിയും കാര്യങ്ങളും ആയിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഒരു 1-2 ദിവസം കൊണ്ട് ജാസ്മിനോടൊരു ദയൊക്കെ തോന്നി തുടങ്ങി. കാരണം എന്താണെങ്കിലും എത്ര നമ്മൾ വൃത്തിയില്ല, എത്ര നിലപാടില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ജാസ്മിൻ പറഞ്ഞ ആ ഒരു ഇതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പം ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പ്രണയമുണ്ട്, പക്ഷേ അതിനകത്തേക്ക് പോകാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ കാണിച്ചിട്ട് ഗബ്രി ഒരു പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നാലും ബിഗ് സ്ക്രീനിൽ ഗബ്രി ഇതൊക്കെ കാണണം. ഒരു സുഹൃത്തെന്ന നിലയ്ക്കാണ് ഗബ്രി വീണ്ടും എടുത്ത് ഇന്നലെ റസ്മിനോട് പറയുന്നു, ഞാൻ എല്ലാവരോടും പെരുമാറുന്ന രീതിയിൽ ജാസ്മിനോടും പെരുമാറിയിട്ടുള്ളൂ, വേറൊരു രീതിയിലും പെരുമാറിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു ബിഗ് സ്ക്രീനിൽ ഗബ്രിയെ കാണിച്ചു കൊടുക്കണം, അപ്പോഴേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ.